ഇതില്ലെങ്കിൽ പിന്നെ പോയി, പിന്നെ വേറെ എന്തിനു പണി നോക്കണം. ഇപ്പോൾ ഹോട്ടൽ ഉടമയോട് ചോദിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? ഹോട്ടൽ തുടങ്ങുന്നത് നമ്മൾക്ക് മുതലാളി പൈസ തരുമോ? ഇല്ലാത്ത ഇങ്ങനെ ചെയ്യുമോ? ഇപ്പോൾ വീട്ടിലെ എല്ലാ പ്രശ്നവും ഉണ്ടോ? അമ്മ ഉണ്ടോ, ചേച്ചിമാരോ ഉണ്ടോ, എല്ലാം ഉണ്ടോ? വാണിജ്യ സിലിണ്ടറുകളുടെ അഭാവം മൂലം പല ഹോട്ടലുകളും അടച്ചു തുടങ്ങി. ഈ ഹോട്ടലുകൾ അടയ്ക്കുന്നത് മൂലം പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗം സ്വിഗ്ഗി ജീവനക്കാരാണ്. അവരുടെ വരുമാനം നിലയ്ക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. പത്തനംതിട്ട നഗരത്തിലെ ഒരു ഹോട്ടലിന് മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഒരു നോട്ടീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗ്യാസ് ലഭ്യത കുറവുള്ളതിനാൽ പരിമിതമായ മെനുവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിഭവങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്, വിലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നോട്ടീസുകൾ പല ഹോട്ടലുകളുടെയും മുൻവശത്തുണ്ട്. ഇപ്പോൾ ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ വരുമാനം കൂടെ നിലയ്ക്കുന്നൊരവസ്ഥയാണ്. നമ്മളെന്താ പറയണ്ട, ഓർഡർ കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നു, അതേ ഉള്ളു. ഇതുപോലത്തെ ടെൻഷനിൽ വന്ന് നമ്മൾ ചെയ്യുന്ന പണി അപ്പോഴും ചെയ്തു പോകുന്നു. എന്താ ചെയ്യേണ്ടത്? അതിന് ബാക്കിയൊന്നും പറയാനില്ല. എന്താ വിഷമമുണ്ടെന്നറിയാം. ഇതിപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് മൂലം ഇന്നിപ്പോൾ ഹോട്ടലൊക്കെ അടയ്ക്കാൻ പോവുകയാണ്. ഹോട്ടലായി പിന്നെ വീട്ടിലും ഉണ്ടല്ലോ പ്രശ്നം. വീട്ടിലും ഗ്യാസ് ഇല്ല. ഇന്നലെ പോയി തിരക്കാൻ പറയുക 2 ആഴ്ച എടുക്കും, 3 ആഴ്ച എടുക്കും, സ്റ്റോക്ക് വരുന്നില്ല. ഇതൊക്കെ പ്രോബ്ലം വരുന്നത് ഇപ്പം. അപ്പോൾ നിങ്ങളുടെ വരുമാനം ഇതാണ്, ഇതില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകും. ഇതില്ലെങ്കിൽ പിന്നെ പോയി, പിന്നെ വേറെ എന്തിനു പണി നോക്കണം. ഇപ്പോൾ ഹോട്ടൽ ഉടമയോട് ചോദിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? അവരെന്താ പറയണ്ടേ? അവർക്കൊന്നും പറയാനില്ല. അവർക്ക് ഓർഡർ കിട്ടിയാൽ നമുക്ക് ഓർഡർ കിട്ടും, അതേ ഉള്ളു. പിന്നെ എന്താ പറയുന്നത്? അവർ ഹോട്ടൽ ഉടമയ്ക്ക് അല്ലെങ്കിൽ ഹോട്ടൽ അവർക്ക് ഓർഡർ കിട്ടിയെങ്കിൽ മാത്രമേ സ്വിഗ്ഗി ജീവനക്കാർക്കും വരുമാനം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ വരുമാനം നിലയ്ക്കുമല്ലേ ഹോട്ടൽ? തീർച്ചയായിട്ടും ഞങ്ങളുടെ വരുമാനം നിലയ്ക്കും. ഇങ്ങനെ സ്തംഭിച്ചു പോയാലേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇങ്ങനെ സ്തംഭിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം ബാധിക്കും. നമ്മളിതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. പിന്നെ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇതിനൊരു ഇത്രയും പെട്ടെന്നൊരു നടപടി സ്വീകരിച്ച് നമുക്കിതിനൊരു നടപടി ഉണ്ടാക്കി തരണം. ബുദ്ധിമുട്ടാണ്. എല്ലാവരും എത്ര സ്റ്റാഫുകളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. ദൂര സ്ഥലത്തു നിന്നൊക്കെ ഹിന്ദിക്കാരൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ, കൂടുതലും അവരാണ്. അവർക്കൊക്കെ ഇതുകൊണ്ട് അവർ വീട്ടിലേക്കൊക്കെ പൈസ അയച്ചു കൊടുത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഇത്രയും പെട്ടെന്നൊരു നടപടി സ്വീകരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓർഡറുകൾ വരുന്നു, നോമ്പ് തുറക്കുന്നു, പള്ളിക്ക് വരുന്നു, ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ക്യാൻസലായി കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു ഇതിൽ നിൽക്കുവാണ് ഞങ്ങൾക്കെല്ലാം നല്ല വിഷമമുണ്ട്. പിന്നെ അതിന് ഞങ്ങൾക്ക് ഗ്യാസിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കുക, അതേ നമുക്ക് അറിയുള്ളൂ. കുറേ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളത്. എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മുടെ പൈസ വേണമല്ലേ നമുക്ക്? മുതലാളി എന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ നമ്മളെല്ലാം വീട്ടിലേക്ക് കൊടുക്കണോ? ഹോട്ടൽ തുടങ്ങുന്നത് നമ്മൾക്ക് മുതലാളി പൈസ തരുമോ? ഇല്ലാത്ത ഇങ്ങനെ ചെയ്യുമോ? ഇപ്പോൾ വീട്ടിലെ എല്ലാ പ്രശ്നവും ഉണ്ടോ? അമ്മ ഉണ്ടോ, ചേച്ചിമാരോ ഉണ്ടോ, എല്ലാം ഉണ്ടോ? നമ്മുടെ മുതലാളി കടത്തോടൊക്കെ കസ്റ്റമർ വരും, നമ്മൾക്ക് പൈസ തരും മുതലാളി. വരുമാനം ഇത്ര വേഗം മുടങ്ങും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ഈ സ്വിഗ്ഗി ജീവനക്കാരായാലും ഹോട്ടലിലെ തൊഴിലാളികളായാലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തീർച്ചയായിട്ടും അവരവരുടെ കുടുംബങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.